ഈ കർമാനുഷ്ഠാനങ്ങൾ പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊരു ഉപായമാണ്. അതായത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഏകാഗ്രമാക്കാനുമുള്ള പ്രവർത്തിക്കാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി നേടി ഏകാഗ്രമാക്കിയിട്ടുള്ള അങ്ങനെയുള്ള മനസ്സിലെ ആത്മപ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ വൈദിക കർമ്മങ്ങൾ ചെയ്യണം, അതാദ്യം. അത് ചെയ്ത് മനസ്സ് ശുദ്ധമാക്കി ധ്യാനിച്ച് പിന്നെ ആത്മസാക്ഷാത്കാരം നേടണം. അതുകൊണ്ടാണ് ശ്രീശങ്കരൻ പറഞ്ഞത് കർമ്മ മനഃശുദ്ധയേ ന വസ്തു ഉപലബ്ധയേ എന്ന് പറഞ്ഞു. അതായത് മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്, അല്ലാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. അഭിജ്ഞാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം ഭഗവത്ഗീതയിൽ വേദങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളെ പറ്റിയിട്ടാണ്. നമുക്കെല്ലാവർക്കുമുള്ളൊരു ഒരു ചിന്ത, വൈദിക ധർമ്മങ്ങൾ നമ്മൾ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ വൈദിക ധർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ധർമ്മ അനുഷ്ഠാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി? ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ഭഗവത്ഗീത തരുന്നുണ്ട്. അതായത് 2-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ. ഇതിൻ്റെ വാച്യാർത്ഥം, വേദങ്ങൾ ത്രിഗുണാത്മകമാണ്, അതിനെ നീ നിരാകരിക്കൂ, അതിനെ അതിക്രമിക്കൂ എന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിക്കൂ. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ, അതായത് നിർദ്വന്ദ്വനാവുക, നമ്മുടെ അനുഭവങ്ങൾ, അതായത് വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ നമ്മൾ നിരാകരിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. നിത്യസത്വസ്ഥ, അതായത് ആത്മാവിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിർയോഗക്ഷേമ ആത്മവാൻ, അതായത് സ്വയം യോഗക്ഷേമ തൽപരനാവാതിരിക്കുക. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം ഇല്ലാത്തതിനെ സ്വീകരിക്കുന്നതാണ് അല്ലെങ്കിൽ ആർജിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ക്ഷേമം എന്ന് പറയുന്നത് അങ്ങനെ ആർജിച്ച് സ്വത്തോ എന്തായാലും അതിനെ സംരക്ഷിക്കുന്നതാണ് ക്ഷേമം എന്ന് പറയുന്നത്. അപ്പോൾ യോഗക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ സംരക്ഷിക്കുന്നതും, അതാണ് യോഗക്ഷേമം. അപ്പോൾ അതിലും ശ്രദ്ധ പതിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ളൊരു സംഭവമാണ്, അതായത് ഒരു ഉപദേശമാണ്. ത്രൈഗുണ്യ വിഷയ വേദ. ത്രൈഗുണ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ വേദങ്ങളിലത്തെ എല്ലാ കാര്യങ്ങളും. അതായത് വേദങ്ങൾ ഭൗതിക കാര്യങ്ങളെ പറ്റി, ഇതിവിടെ വേദങ്ങൾ എന്ന് പറയുന്നത് വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിനെ പറ്റിയിട്ടാണ്. അതായത് വേദങ്ങൾ 4 വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. എല്ലാ വേദങ്ങൾക്കും, അതായത് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, അത് കഴിഞ്ഞാൽ പിന്നെ ഉപനിഷത്തുകൾ. അതിൽ ഈ സംഹിതയും ബ്രാഹ്മണനും കൂടിയതാണ് അവിടെ കർമ്മകാണ്ഡം. മറ്റേ ആരണ്യകവും ഉപനിഷത്തും കൂടിയതാണ് ജ്ഞാനകാന്ഡം. ഇവിടെ കർമ്മകാണ്ഡത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെയാണ് ഈ ബ്രാഹ്മണങ്ങൾ, പ്രത്യേകിച്ച് ആ ബ്രാഹ്മണങ്ങളിലാണ് ഈ യാഗയജ്ഞങ്ങൾ നടക്കാനുള്ള എല്ലാവിധ നിയമങ്ങളും അതിൻ്റെ പരിപാടികളും എല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടെയാണ്. അപ്പോൾ യാഗയജ്ഞങ്ങളും അങ്ങനെയുള്ള വൈദിക കർമ്മങ്ങളുടെ എല്ലാവിധ സംഭവങ്ങളും വിവരിച്ചിട്ടുള്ളത് ബ്രാഹ്മണങ്ങളിലാണ്. ആ ബ്രാഹ്മണങ്ങളെയാണ് ഇവിടെ വേദങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ബ്രാഹ്മണങ്ങൾ മുഴുവൻ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ലോകത്തിൽ സുഖ സമൃദ്ധിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു പരലോക സ്വർഗപ്രാപ്തിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഈ ത്രൈഗുണ്യ വിഷയം എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാം ത്രൈഗുണാത്മകമാണ്. അങ്ങനെയുള്ളത് വേദങ്ങളും അതിൽ പെടുന്നു.
അപ്പോൾ ഈ കർമ്മകാണ്ഡത്തിൽ പറയണ പോലെ ഈ കർമാനുഷ്ഠാനങ്ങൾ മുഴുവൻ ഭൗതികമായിട്ടുള്ള ഇതിനു വേണ്ട. അപ്പോൾ ഈ ഇവിടെ പറയുന്നത് ഭഗവാൻ പറയണത് എന്താ, അർജുനനോട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൗതികമായിട്ടുള്ള ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമാനുഷ്ഠാനം, വൈദിക കർമാനുഷ്ഠാനങ്ങൾ അത് നിരാകരിക്കൂ, അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അതിന് പകരം നിങ്ങൾ ആത്മാവിൽ തന്നെ ശ്രദ്ധ ഭാവിച്ച് നഷ്ടമോ നേട്ടങ്ങളോ ഇതിനെപ്പറ്റി ചിന്തിക്കാതെ ആത്മാവിൽ തന്നെ ശ്രദ്ധ ഭാവിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആത്മസാക്ഷാത്കാരമാണ് പ്രധാനം, കർമാനുഷ്ഠാനങ്ങളല്ല. ഈ കർമാനുഷ്ഠാനങ്ങൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നില്ല ഒരാളെ. കർമ്മങ്ങൾ പിന്നെ എന്തിനാണ് കർമ്മം ചെയ്യണേ? ആ കർമാനുഷ്ഠാനത്തിലുള്ള അതിന് തന്നെ ഈ ഭഗവാൻ തന്നെ അതിന് പ്രത്യേകിച്ചൊരു ഇത് പറയുന്നുണ്ട് പിന്നത്തെ ഒരു ശ്ലോകത്തിൽ. അതായത് യവാനർത്ഥ ഉദപാനെ സർവത സംപ്ലുബോധകേ തവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. അതായത് ഈ ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കിണറിന് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് ഒരു ബ്രഹ്മജ്ഞാനിക്ക് ഈ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രസക്തി. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അതാണ് അത് പറഞ്ഞത്. അതായത് ഈ കർമാനുഷ്ഠാനങ്ങൾ പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊരു ഉപായമാണ്. ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻസ്. അതായത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഏകാഗ്രമാക്കാനുമുള്ള പ്രവർത്തിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി നേടി ഏകാഗ്രമാക്കിയിട്ടുള്ള അങ്ങനെയുള്ള മനസ്സിലെ ആത്മപ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ വൈദിക കർമ്മങ്ങൾ ചെയ്യണം, അതാദ്യം. അത് ചെയ്ത് മനസ്സ് ശുദ്ധമാക്കി ധ്യാനിച്ച് പിന്നെ ആത്മസാക്ഷാത്കാരം നേടണം. അതുകൊണ്ടാണ് ശ്രീശങ്കരൻ പറഞ്ഞത്, അതായത് കർമ്മ മനഃശുദ്ധയേ ന വസ്തു ഉപലബ്ധയേ എന്ന് പറഞ്ഞു. അതായത് മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്, അല്ലാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. അതായത് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വഴിയാണ്. കാരണം ഭഗവത്ഗീത ഉപനിഷത്തിൻ്റെ സാരസംഗ്രഹമാണ്. ഉപനിഷത്തുകൾ പറയുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം, പരമാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള ലക്ഷ്യം ജീവിതത്തിലത്തെ അത് മോക്ഷമാണ്. അതായത് എല്ലാവിധ പരിമിതികളിൽ നിന്നുള്ള രക്ഷ, അല്ലെങ്കിൽ ഈ ജനന മരണ സമ്മിശ്രമായിട്ടുള്ള ജീവിതചക്രത്തിൽ നിന്നുള്ള വിരാമം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ജീവിത ലക്ഷ്യമായി പരമപുരുഷാർത്ഥമായിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് ഉപനിഷത്തുകളുടെ ലക്ഷ്യം. ആ ഉപനിഷത്തുകളുടെ ലക്ഷ്യം തന്നെയാണ് ഭഗവത്ഗീതയുടെ പറയുന്നത്. ഇതാണ് ജ്ഞാനമാർഗം, അതാണ് ജ്ഞാനയോഗം. ഇവിടെ ഈ ജ്ഞാനയോഗത്തിൽ പറയുന്നത് വെച്ചാൽ ജ്ഞാനി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഈ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കളയണം. ഏറ്റവും വളരെ പഴയതായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ബൃഹദാരണ്യ ഉപനിഷത്ത്. അതിലും പറയുന്നതാണ്, അതായത് ബ്രഹ്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് അവേദ ഭവതി എന്നാണ്. വേദം അല്ലാണ്ടേ വന്നു. ഈ കർമ്മകാണ്ഡത്തിൻ്റെയോ അല്ലെങ്കിൽ വൈദിക കർമ്മങ്ങളുടെ പ്രസക്തി അതിൻ്റെ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ശ്രവണം, മനനം, നിധിധ്യാസനം തുടങ്ങിയ അങ്ങനെയുള്ള പ്രക്രിയകളാണ്. അതാണ് മെഡിറ്റേഷണൽ, അതാണ് ഈ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന പദ്ധതികൾ. അപ്പം അതാണ്. അപ്പം ഇതിൽ പലരും ഇത് പറയാറുണ്ട്, അതായത് ഭഗവത്ഗീത വേദത്തിനെ നിരാകരിക്കുന്നുണ്ട്, തള്ളി പറയുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ശരിക്കും വേദത്തിനെ തള്ളി പറയുകയല്ല ചെയ്യുന്നത്. വേദത്തിൻ്റെ ഈ ഭാഗം, അതായത് കർമ്മകാണ്ഡം, അതിൻ്റെ എത്രത്തോളം അതിന് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് തുറന്നു കാണിക്കുന്നത്. അത് ആത്മസാക്ഷാത്കാര തൽപരനായിട്ടുള്ള ഒരാൾക്ക് തുടക്കത്തിൽ
മനഃശുദ്ധിക്കും മനസ്സിനെ ഏകാഗ്രമാക്കാനും വേണ്ടി ഒക്കെ എല്ലാവിധ അനുഷ്ഠാന കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ ബ്രഹ്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും യാതൊരു ഇതുമില്ല. ഇത് തന്നെയാണ് വേദാരണ്യൻ, ഒരു വേദാന്തിയാണ്. ആ വേദാന്തി പറഞ്ഞിട്ടുള്ളത്, പഞ്ചദശി എന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതാണ്. അതായത് നെല്ല്, ഒരു അരി വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾ നെല്ലിൽ ഉമിയും അത് മാറ്റുന്ന പോലെ എല്ലാവിധ പഠനങ്ങളും നടത്തി ഒരിക്കൽ ആ ബ്രഹ്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അവൻ വേണ്ടാതെ നിൽക്കണമെന്നാണ്. അതായത് ഈ പഠനത്തിനൊന്നും യാതൊരു വിലയില്ല. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം, ഇത് സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ വേദത്തിനെ നിരാകരിച്ചോളൂ, അതിൻ്റെ ഭാഗങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചോളൂ. എപ്പോൾ നിങ്ങൾ ആത്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ചെയ്യണോ വേണ്ടോ ഒന്നും. ചെയ്യുന്നതിൻ്റെ ആവശ്യം പലപ്പോഴും പലരും ആത്മജ്ഞാനികളും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. കാരണം അവരൊരു മാതൃകയാണ് ബാക്കിയുള്ളവർക്ക്. അവർ ചെയ്യുന്നത് കണ്ടായിരിക്കും ബാക്കിയുള്ളവർ കണ്ടു പഠിക്കുക. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടി അവർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി അവർ സ്വന്തം ചെയ്തെന്ന് വരും. ഇതുപോലെ തന്നെയാണ് 18-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നതും. അതായത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയണില്ലേ. അവിടെ സംസ്കൃതത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ റിലീജിയൻ എന്നർത്ഥം. ധർമ്മത്തിന് പല അർത്ഥങ്ങളുമുണ്ട്, പക്ഷെ ധർമ്മത്തിന് റിലീജിയനുണ്ട്. നിങ്ങളുടെ എല്ലാവിധ മതപരമായിട്ടുള്ള, മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് മറ്റേ സംസ്കൃതത്തിൽ. അപ്പോൾ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ സംഗതികളെയും നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആത്മാവിനെ തന്നെ ശരണം പ്രാപിക്കൂ. അതാണ് അവിടെ പറയുന്നത്. ഈ ഞാൻ അവിടെ പറയുന്നത് ആത്മാവാണ്. ആത്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു. മാമേവ ശരണം വ്രജ മാം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഒരു ഗ്യാരണ്ടിയാണ് അവിടെ. അതായത് ഞാൻ നിങ്ങളെ എല്ലാ സർവവിധ പാപങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിച്ചോളാം. ഇങ്ങനെ ഏത് ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്? അതാണ് സനാതന ധർമ്മത്തിൻ്റെ മഹത്വം.